ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ ഡ്രോപ്പ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൈസെക്ഷൻ മെത്തേഡാണ്. ഒരു ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ന്യൂമറിക്കൽ മെത്തേഡാണ് ബൈസെക്ഷൻ മെത്തേഡ്. ആദ്യം നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് നോക്കാം. അതിനുശേഷം ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. If a function f of x is continuous between a and b, and f of a and f of b are opposite signs, then there exists at least one root between a and b. ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എ ബി എന്നീ വാല്യൂകൾക്കിടയിൽ കണ്ടിന്യൂസ് ആവുകയും എഫ് ഓഫ് എ ചെയ്ത് കിട്ടുന്ന ആൻസറും എഫ് ഓഫ് ബി ചെയ്ത് കിട്ടുന്ന ആൻസറും ഓപ്പോസിറ്റ് സൈനുകളുമായാൽ ആ എക്കും ബിക്കും ഇടയിൽ ഒരു റൂട്ടെങ്കിലും ഉണ്ടായിരിക്കും എന്നാണ് ബൈസെക്ഷൻ മെത്തേഡിൽ പറയുന്നത്. ലെറ്റ് എഫ് ഓഫ് എ ബി നെഗറ്റീവ് ആൻഡ് എഫ് ഓഫ് ബി ബി പോസിറ്റീവ്, ദെൻ ദി റൂട്ട് ലൈസ് ബിറ്റ്വീൻ എ ആൻഡ് ബി ആൻഡ് ലെറ്റ് ഇറ്റ്സ് അപ്രോക്സിമേറ്റ് വാല്യൂ ബി ഗീവൻ ബൈ x0 ഈക്വൽ ടു എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2. എഫ് ഓഫ് എ നെഗറ്റീവും എഫ് ഓഫ് ബി പോസിറ്റീവും ആണെങ്കിൽ എക്കും ബിക്കും ഇടയിലായിരിക്കും ആ ഇക്വേഷൻ്റെ റൂട്ട് ഉണ്ടാവുക. അതിൻ്റെ അപ്രോക്സിമേറ്റ് വാല്യൂ എന്താവും? എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് തന്ന ഇക്വേഷനെ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാം. ആ എഫ് ഓഫ് എക്സിൽ 0 മുതലുള്ള വാല്യൂസ് കൊടുക്കും. എപ്പോഴാണോ അടുപ്പിച്ച് നെഗറ്റീവ് വാല്യൂവും പോസിറ്റീവ് വാല്യൂവും വരുന്നത്, അപ്പോൾ ആ വാല്യൂവിനെ എ എന്നും ബി എന്നുമായി എടുക്കും. സോ നമ്മുടെ റൂട്ട് ഉണ്ടാവുക ആ എക്കും ബിക്കും ഇടയിലായിരിക്കും. അത് കിട്ടാനുള്ള ഇക്വേഷൻ ആണെന്ത്? എ പ്ലസ് ബി ബൈ 2. ആ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെ എഫ് ഓഫ് എക്സിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ എയുടെ വാല്യൂവിനെ ആ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യും. പോസിറ്റീവ് ആണെങ്കിൽ ബിയുടെ വാല്യൂവിനെ ആ വാല്യൂ വെച്ച് റീപ്ലേസ് ചെയ്യും. ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെയ്ത് നോക്കാം. സോ അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഫൈൻഡ് എ റിയൽ റൂട്ട് ഓഫ് ദി ഇക്വേഷൻ എക്സ് ക്യൂബ് മൈനസ് എക്സ് മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എക്സിൻ്റെ വാല്യൂ ഈ ഇക്വേഷനിൽ കൊടുത്താൽ എന്താണ് കിട്ടുക? 0 ആണ് കിട്ടുക. അപ്പോൾ ഫസ്റ്റ് എന്തെടുക്കും? എഫ് ഓഫ് എക്സ് എടുക്കല്ലേ? വി ടേക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് മൈനസ് എക്സ് മൈനസ് 1. ഇനി നമ്മൾ എക്സിന് 0 മുതലുള്ള ഓരോ വാല്യൂസ് കൊടുക്കും. ആദ്യം എക്സിന് 0 കൊടുക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എവിടേക്കാണോ എക്സ് ഉള്ളത് അവിടെയൊക്കെ 0 കൊടുക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ക്യൂബ് മൈനസ് 0 മൈനസ് 1. അപ്പോൾ എന്താണ് കിട്ടുക? -1. അതെന്താണ്? നെഗറ്റീവ് വാല്യൂ ആണ്. അത് എക്സിന് 1 കൊടുക്കുക. എഫ് ഓഫ് 1 ഈക്വൽ ടു എക്സ് ഉള്ളിടത്തൊക്കെ 1 കൊടുക്കുക അല്ലേ? എഫ് ഓഫ് 1 ഈക്വൽ ടു 1 ക്യൂബ് മൈനസ് 1 മൈനസ് 1. അപ്പോൾ എന്താ കിട്ടുക? -1. അപ്പോൾ അതും എന്താണ്? നെഗറ്റീവ് വാല്യൂ ആണ്. നമുക്ക് അടുപ്പിച്ച് ഒരു നെഗറ്റീവ് വാല്യൂവും പോസിറ്റീവ് വാല്യൂവും കിട്ടുമ്പോഴാണ് നമ്മളത് എയും ബിയുമായി എടുക്കുക. എഫ് ഓഫ് 1 എടുത്തപ്പോൾ നെഗറ്റീവ് ആണ്. അപ്പോൾ അടുത്തത് 2 എടുക്കാം. എഫ് ഓഫ് 2 ഈക്വൽ ടു 2 ക്യൂബ് മൈനസ് 2 മൈനസ് 1. അത് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? 5 ആണ് കിട്ടുക. അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ കിട്ടിയില്ലേ? അതായത് എഫ് ഓഫ് 1 എന്ന് കൊടുക്കുമ്പോൾ നെഗറ്റീവ് വാല്യൂ കിട്ടി, എഫ് ഓഫ് 2 എന്ന് കൊടുക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂ കിട്ടി. സോ നമ്മുടെ എയും ബിയും കിട്ടിയില്ലേ? എ എത്രയാകും? 1 ആയിരിക്കും. ബി എത്രയാകും? 2 ആയിരിക്കും. അപ്പോൾ ആ 1ൻ്റെയും 2ൻ്റെയും ഇടയിലാവും എന്തുണ്ടാവുക? നമ്മുടെ റൂട്ട് ഉണ്ടാവുക. അപ്പോൾ 1 നെഗറ്റീവായും എഫ് ഓഫ് 2 പോസിറ്റീവ് ആയതുകൊണ്ട് 1ൻ്റെയും 2ൻ്റെയും ഇടയിലാവും റൂട്ട് ഉണ്ടാവുക. സോ നമുക്കൊരു ഇക്വേഷൻ ഇല്ലേ? എന്താണ്? x0 ഈക്വൽ ടു എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2. ഇനി നമ്മൾ റൂട്ട് കണ്ടുപിടിക്കണം. സിൻസ്
f of 1 is negative and f of 2 positive, a root lies between 1 and 2 and therefore we take x0 equal to 1 plus 2 divided by 2 equal to 3 by 2 എന്ന് വെച്ചാൽ 1.5. അപ്പോൾ ഈ കിട്ടിയ 1.5നെ എഫ് ഓഫ് എക്സിൽ അപ്ലൈ ചെയ്യണം. സോ എഫ് ഓഫ് 1.5 കണ്ടുപിടിക്കാം. എഫ് ഓഫ് 1.5 ഈക്വൽ ടു 1.5 ക്യൂബ് മൈനസ് 1.5 മൈനസ് 1 ഈക്വൽ 0.875 കിട്ടും. അതെന്താണ്? പോസിറ്റീവ് വാല്യൂ ആണല്ലേ, റൂട്ട് എയും ബിയും ആണല്ലേ. എ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ, ബി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേസിൽ 1ഉം 2ഉമാണ് എയും ബിയും. അപ്പോൾ നമുക്കിവിടെ പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ബിയുടെ വാല്യൂ അത് വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ നമ്മുടെ പുതിയ റൂട്ട് ഉണ്ടാവുക 1ൻ്റെയും 1.5ൻ്റെയും ഇടയിലാവും. അപ്പോൾ എങ്ങനെ കാണുക? x1 ഈക്വൽ ടു 1 പ്ലസ് 1.5 ഡിവൈഡഡ് ബൈ 2. അത് നമുക്ക് എത്ര കിട്ടും? 1.25 കിട്ടും. സോ ഈ 1.25നെ എഫ് ഓഫ് എക്സ് കൊണ്ട് അപ്ലൈ ചെയ്യണം. എഫ് ഓഫ് 1.25 എത്രയാണ് കണ്ടുപിടിക്കണം. എഫ് ഓഫ് 1.25 ഈക്വൽ ടു 1.25 ക്യൂബിക് മൈനസ് 1.25 മൈനസ് 1. അതെത്രയാണ് കിട്ടുക? നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക അല്ലേ. നെഗറ്റീവ് വാല്യൂ വരുമ്പോൾ എന്താ ചെയ്യുക? എൻ്റെ വാല്യൂ റീപ്ലേസ് ചെയ്യും. എയിൽ ഇപ്പോൾ എന്താ ഉള്ളത്? 1 ആണല്ലേ. അതിനെ റീപ്ലേസ് ചെയ്ത് 1.25 ആക്കണം. അപ്പോൾ നമ്മുടെ പുതിയ റൂട്ട് എന്തായിരിക്കും? 1.25 ആൻഡ് 1.5 ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ എ എന്തായിരിക്കും? 1.25 ആയിരിക്കും. ബി എന്തായിരിക്കും? 1.5 ആയിരിക്കും. ഇനി എന്താ ചെയ്യുക? നമ്മുടെ x2 കണ്ടുപിടിക്കുക. ആദ്യം നമ്മൾ x0 കണ്ടുപിടിച്ചു, പിന്നെ x1 കണ്ടുപിടിച്ചു. ഇനി x2 ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. x2 എങ്ങനെ കണ്ടുപിടിക്കുക? 1.25 പ്ലസ് 1.5 ഡിവൈഡഡ് ബൈ 2 എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 1.375 കിട്ടും. ഇനി ഈ 1.375 നമ്മൾ എവിടെ കൊണ്ട് അപ്ലൈ ചെയ്യണം? എഫ് ഓഫ് എക്സിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സിൽ അപ്ലൈ ചെയ്യുമ്പോൾ 1.375 ക്യൂബ് മൈനസ് 1.375 മൈനസ് 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒരു പോസിറ്റീവ് വാല്യൂ ആണല്ലേ കിട്ടുക. അപ്പോൾ അതിനെ ഏത് വെച്ചാൽ റീപ്ലേസ് ചെയ്യേണ്ടത്? ബിയുടെ വാല്യൂ വെച്ചാണല്ലേ റീപ്ലേസ് ചെയ്യേണ്ടത്. ഇവിടെ ബിയുടെ വാല്യൂ എത്രയാണ്? 1.5 ആണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യും? 1.375 വെച്ച് റീപ്ലേസ് ചെയ്യും. അപ്പോൾ നമ്മുടെ പുതിയ റൂട്ട് എന്താണ്? 1.25ൻ്റെയും 1.37ൻ്റെയും ഇടയിലായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുക? x3 കാണാമല്ലേ. ആദ്യം x0 കണ്ടു, പിന്നെ x1 കണ്ടു, x2 കണ്ടു, ഇനി x3 ആണ് കാണാനുള്ളത്. അപ്പോൾ അതെങ്ങനെ കാണുക? എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 അല്ലേ. ഇപ്പോൾ 1.25 പ്ലസ് 1.375 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ എത്ര കിട്ടും? 1.3125 കിട്ടും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ ഞാൻ ചെയ്ത് നോക്കുകയാണ്. x4ഉം x5ഉം x6ഉം ഒക്കെ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ഏകദേശമൊക്കെ എന്താണ്? 1.3 വെച്ചിട്ടുള്ള അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. അതായത് ഈ പ്രൊസീജിയർ എന്ത് ചെയ്യാം? ഏകദേശം ഒരു കോയിൻസിഡൻസ് വാല്യൂ വരുന്നവരെ കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം സ്റ്റോപ്പ് ചെയ്യാം. ഏകദേശം x3 എന്ത് കിട്ടി? 1.3125. x4 എന്ത് കിട്ടി? 1.34375. നെക്സ്റ്റ് 1.3281. അങ്ങനെ ഏകദേശം ഒരേപോലത്തെ വാല്യൂ എത്തുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈ ഒരു പ്രൊസീജിയർ ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1.3 വെച്ചുള്ള ഏകദേശം ഒരു വാല്യൂ കിട്ടും. അതിനെ എഫ് ഓഫ് എക്സിൽ അപ്ലൈ ചെയ്താൽ 0 കിട്ടും.
ഈ 1.3281 എഫ് ഓഫ് എക്സിൽ അപ്ലൈ ചെയ്താൽ ഏകദേശം സീറോൻ്റെ അടുത്ത് 0. ഏകദേശം ഒരു വാല്യൂ ആണ് കിട്ടുക. അത് എത്തുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് ബൈസെക്ഷൻ മെത്തേഡിൻ്റെ ഒരു പ്രോബ്ലം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.